വയനാട്ടിലെ ഓരോ പുൽത്തകിടിന് പോലും പറയാനുള്ളത് ദുരന്തത്തിൻ്റെ കഥകൾ മാത്രമാണ്. അവിടെ ചിതറിക്കിടക്കുന്ന പുസ്തകങ്ങൾ അല്ലെങ്കിൽ പേനകൾ, കുട്ടികളുടെ മറ്റു ഉപകരണങ്ങൾ, ഇതെല്ലാം കാണുമ്പോൾ വലിയൊരു വിഷമം മനസ്സിലുണ്ടെങ്കിൽ പോലും ആ ഓരോ വസ്തുവിന് പിന്നിലും ഓരോ കഥയുണ്ട് എന്നതാണ് പറയേണ്ടത്. അത് അത്തരത്തിലൊരു റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. തകർന്ന ഇല്ലാതായ വീട്ടിലേക്ക് ഉപ്പയെ തേടിയെത്തുന്ന മകൻ. ഉറ്റവർക്കൊപ്പം സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന വീട്, അവിടെ അവശേഷിക്കുന്നത് വെറും മൺകൂന മാത്രം. മുണ്ടക്കയിലെ മുറിവേൽപ്പിക്കുന്ന ഒരു കാഴ്ചയിലേക്ക്. ഉരുളെടുത്ത മുണ്ടക്കയിൽ ഓരോ ദിവസവും ഇസഹാക്ക് എത്തും. അന്ന് എല്ലാവരും ഉറങ്ങിക്കിടന്ന സമയം ഭീകര ശബ്ദത്തോടെ ഉരുള് പൊട്ടിയപ്പോൾ അമ്മ റാബിയയും ഇസഹാക്കും സുഹൈലും ഷഹലയും രക്ഷപ്പെട്ടു. എന്നാൽ ഇസഹാക്കിന്റെ സഹോദരൻ സിനാന്റെ ചേതനയേറ്റ ശരീരമാണ് വീടിരുന്ന സ്ഥലത്തു നിന്നും പിന്നീട് ലഭിച്ചത്. ഉപ്പ നാസറിനെ ഇതുവരെയും കണ്ടുകിട്ടിയില്ല. നാസറിന്റെ സഹോദരൻ അയ്യൂബും ഇസഹാക്കും മറ്റ് ബന്ധുക്കളും ചേർന്ന് വീണ്ടും അവിടെ എത്തി. ചില അവശേഷിപ്പുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. സഹോദരന്റെ ഷർട്ട് കണ്ട ഇസഹാക്ക് അതെടുത്തു. ആരൊക്കെയോ ചേർന്ന് രക്ഷപ്പെടുത്തിയ ഇസഹാക്ക് ആ ദിവസത്തെ ഓർമ്മകൾ പറഞ്ഞു. രക്ഷപ്പെടുത്തിയിട്ട് ചൂരമലിന് ഹെലികോപ്റ്റർ വഴിയാണ് കൊണ്ടായത്. ഇവിടെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് അവിടെ അഡ്മിറ്റ് ചെയ്യുന്നു. പിന്നെ അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അവിടുന്ന് 4 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജായി. കാക്കി ഉണ്ടായിരുന്നു കൂടെ, വലിയേട്ടൻ. പിന്നെ അവിടുത്തെ മരിക്കണീത്തെ ആൾക്കാർ കൂടിയിട്ടൊരു വീട് ശരിയാക്കി തന്നു അവിടെ. അയ്യൂബിന്റെ കണ്ണുകളിൽ സഹോദരൻ നാസറിന്റെ ഓർമ്മകൾ തുടിക്കുകയാണ്. ഇവിടെ നാസറിൻ്റെ ഫാമിലി, പിന്നെ നാസറിൻ്റെ ഭാര്യൻ്റെ അനിയത്തിയും മക്കളും, അവരെ അനിയത്തിൻ്റെ മോനും പോയി, വാപ്പിയും പോയി. പിന്നെ അനിയൻ്റെ മോനെ കിട്ടിയിരുന്നു. ഓരോ ദിനവും കടന്നുപോയി. ആ ഇരുനില കെട്ടിടം ഇന്ന് അവിടെയില്ല. സമീപത്തെ വീടുകളും ഉരുളെടുത്തിരിക്കുന്നു. വിങ്ങിപ്പൊട്ടിയ മുഖമോടെ അവർ വീണ്ടും പ്രിയപ്പെട്ട നാസറിനെ തിരയുകയാണ്. ജനം, വയനാട്.